ക്രൂശിൻ്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയും ആകുന്നു. 1 കൊരിന്ത്യർ 1:18 പറഞ്ഞിരിക്കുന്നു. രക്ഷിക്കപ്പെടുന്ന നമുക്ക് ഇതെങ്ങനെ ദൈവശക്തിയായി മാറി? മരത്തേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ ആകുന്നുവെന്ന് വചനം നമ്മെ ഓർപ്പിക്കുന്നു. നമ്മുടെ ശാപവും പാപവും സകലവിധമായ ലംഘനവും അവൻ ക്രൂശിൽ ചുമന്നൊഴിച്ചതുകൊണ്ട് അവൻ്റെ ക്രൂശു മരണത്തിലൂടെ നമ്മുടെ സകല ശാപങ്ങളെയും പാപങ്ങളെയും അവൻ നീക്കിക്കളഞ്ഞു. അവനെ നമ്മുടെ രക്ഷകനും കർത്താവുമായി നാം സ്വീകരിക്കുമ്പോൾ നമ്മളൊരു പുതു സൃഷ്ടിയായി മാറുകയും ദൈവശക്തി നമ്മുടെ ഉള്ളിൽ വസിച്ചിട്ട് ദൈവ പൈതലായി ജീവിപ്പാൻ നമ്മൾക്ക് ബലം നൽകുകയും ചെയ്യുന്നു. എന്നാൽ പഴയ നിയമകാലത്തിലേക്ക് നാം നോക്കുമ്പോൾ ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യത്തിൽ ദൈവം പറയുന്നു, ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കയില്ല. അതിൻ്റെ ഒരു കാരണം, അവർ യെരിഹോ പട്ടണം പിടിച്ചപ്പോൾ ശപഥാർപ്പിത വസ്തുക്കളിൽ ചിലത് ആഖാൻ എടുത്തു. ആരും അറിഞ്ഞില്ല. എന്നാൽ ആഖാൻ്റെ ആ ഒരൊറ്റ പാപം ആ വലിയ സമൂഹത്തിന് മുഴുവൻ ശാപമായി തീരുകയും അവരിൽ 36 പേര് ഹായി പട്ടണം പിടിക്കുമ്പോൾ കൊല്ലപ്പെടുകയും ചെയ്തു. അതിന് പരിഹാരമായി ദൈവം പറയുന്നു, ആഖാനെ കൊന്നുകളയണം. തൻ്റെ ആ പാപം മൂലം ആഖാനും കുടുംബവും കൊല്ലപ്പെട്ടതായിട്ട് അവരെ കല്ലെറിഞ്ഞു കൊന്നു. അത്ര വലിയ ഒരു വിശുദ്ധനായ ദൈവത്തിൻ്റെ വചനമാണ് നമ്മളെ ഓർപ്പിക്കുന്നത്. യേശുവിലൂടെ നമുക്ക് വലിയ സ്വാതന്ത്ര്യം, ആ യേശുവിലൂടെ നമ്മുടെ പാപവും ശാപവും നീങ്ങി നമുക്ക് ദൈവസന്നിധിയിൽ വലിയ ധൈര്യം ദൈവം തന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് മാറ്റം വന്നിട്ടല്ല, ക്രിസ്തു യേശുവിലൂടെ നമ്മൾക്ക് ലഭിച്ച ഈ ഭാഗ്യ പദവിക്കായിട്ട് സ്തോത്രം ചെയ്യാം. ഇനി ഒരു ശാപവും ഒരു ദോഷവും ഒരു പാപവും നമ്മളെ പിന്തുടരാതെ വണ്ണം അവയെ മുഴുവനായിട്ട് ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് നമ്മളെ വെടിപ്പുള്ളവരാക്കി തീരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന് നമുക്ക് സ്തോത്രം ചെയ്യുന്നവരാകാം. അതിന് ദൈവം നമ്മെ സഹായിക്കും.